felt so alive in my life. 'Cause you make me come to life every time I'm free. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ഇന്ത്യസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. ഞാൻ കുട ചൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ക്യാമറ വരേണ്ടതെന്ന് വെച്ചാൽ ക്യാമറ കുടനടി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമ്മളിന്നൊരു സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ചീപ്പായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വീട്ടിൽ കറണ്ടൊന്നുമില്ല. അപ്പം എത്രത്തോളം വൃത്തിയാവുമെന്ന് എനിക്ക് അറിയാതില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും ക്ഷമിക്കുക, ക്യാമറയുടെ കുറച്ച് വിഷയങ്ങളുണ്ട്, മഴയാണ്. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത് ഇതുപോലെ കുറച്ച് പൈപ്പിൻ്റെ പീസാണ്. ഓക്കെ, ഞാനിതിപ്പം എൻ്റെ ട്രൈപോഡിൽ വെക്കാൻ പാകത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ട്രൈപോഡ് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എൻഡ് ക്യാപ്പ് ഹോൾട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിതൊരു വയർ കടത്താനാണ്. പിന്നെ ഇതൊരു റെഡ്യൂസറാണ്. എത്ര ഇഞ്ചിന്ന് എത്ര ഇഞ്ചിലോട്ടാണ് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വയർ ആദ്യം ഇതുപോലെ ഒന്ന് ഈ ഒരു വയറല്ലല്ലോ, നമ്മുടെ ഈ ഒരു എൻഡ് ക്യാപ്പ് ഇതുപോലെ അതിൽ കയറ്റി വെച്ച് കൊടുക്കുക. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രൊജക്റ്റിൽ ഉപയോഗിച്ച പീസാണ്, അതുകൊണ്ടാട്ടോ പെയിൻ്റൊക്കെ കാണുന്നത്. ശേഷം ഈ ഒരു റെഡ്യൂസർ അതും നമുക്കിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. ഈ സാധനങ്ങൾ ഇവിടെ നിൽക്കട്ടെ, ഞാൻ വേറെ ഒരു സാധനം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആ സാധനം. ഓക്കെ, ഇതൊരു എന്താ പറയുക, റിംഗ് ട്യൂബ് ലൈറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധാരണ CFL ലൈറ്റ് പോലെയാണ്. അപ്പോൾ ഇതിനൊരു മൊഡ്യൂളും വരുന്നുണ്ട്. ഞാനൊരു പഴയ ക്ലോക്കിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ സെൽഫി ലൈറ്റോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, സെൽഫി ലൈറ്റോ റിംഗ് ലൈറ്റോ. ഓക്കെ, നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മൊഡ്യൂള്. അപ്പോൾ നിങ്ങളിത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈറ്റിൻ്റെ മൊഡ്യൂളിന് ഏകദേശം 100 രൂപ വില വരുന്നുള്ളൂ. ഈ ഒരു സാധനത്തിന് 40 രൂപ അല്ലെങ്കിൽ 30 രൂപയ്ക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ടോട്ടൽ 140 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്യൂബിങ് കിട്ടും. ഇത് ഇച്ചിരി വലുപ്പമുള്ള ട്യൂബിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഈ ഒരു ട്യൂബിങ് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി നമുക്ക് വേണേൽ ഇത് LED ആയിട്ട് കണക്ട് ചെയ്യാൻ പാകത്തിന് അന്നേരം ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളാദ്യം ഈ ഒരു കണക്ടറും ഈ ഒരു ഭാഗമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കാൻ ഞാൻ ചെയ്യുന്നത് സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് മറ്റേ വേറെ സൈസ് പശയുണ്ടല്ലോ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്, ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ പരിപാടി ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്തെടുക്കുക. നമുക്കിനി ഇത് അസംബിൾ ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ടതാണ്, നമുക്ക് ഇതുപോലത്തെ ഒരു കറണ്ടിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കോഡ് വയർ വേണം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ കോഡ് വയറിൻ്റെ ഈ ക്യാപ്പ് ഒന്ന് എടുത്ത് മാറ്റുകയാണ്. നമുക്കിത് ആവശ്യമില്ല. ഓക്കെ, ഇത് പോട്ടെ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു റെഡ്യൂസർ വെച്ച ഭാഗം ഉണ്ടല്ലോ, റെഡ്യൂസറിലെ എൻഡ് ക്യാപ്പ് വെച്ച് ഈ ഒരു പൈപ്പിലോട്ട് നമ്മളതിങ്ങനെ ഇത് ഒരു അടിഭാഗം വഴി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ വയർ ഇപ്പുറം എത്തിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പരിപാടി ഒന്ന് നീക്കി വെക്കട്ടെ. ഇനി ചെയ്യേണ്ട പരിപാടി നമ്മുടെ ഈ ഒരു അതിൻ്റെ ഒരു മൊഡ്യൂൾ, അതായത് പവർ സപ്ലൈ ബോർഡ്, നമ്മളിതാ ലൈവ് വയർ കൊടുക്കുന്ന ഇവിടെയാണ്. അതായത് നമ്മൾ കറണ്ട് കൊടുക്കുന്ന വയർ നമുക്കിനി ഈ 2 വയറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നന്നായിട്ട് ഇൻസുലേറ്റൊക്കെ ചെയ്യുക കേട്ടോ, നല്ല വൃത്തിക്ക് തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ ഒരിക്കലും ഇത് ഓപ്പൺ സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യരുത്, കാരണം എവിടെ തൊട്ടാലും ഷോക്ക് അടിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിനി ഈ വയറും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ബേസിക് കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം, വേറൊന്നുമല്ല. ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നത് വയറ് പുറത്തേക്ക് അധികമായിട്ട് വലിഞ്ഞു പോകാതിരിക്കാനാണ്. അതായത് ഒരുപാട് വലിഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകും, കാരണം ഞാൻ വയറ് ഒരുപാട് വലിക്കുന്ന കൂട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, വേറൊന്നുമല്ല. ഈ നോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ വയറ് താഴോട്ട് വലിയത്തില്ല. ഇനി ഞാനിതിങ്ങനെ നമ്മൾ വലിച്ച് ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഓക്കെ, കണ്ടോ വയറ് ഇവിടെ ലോക്കായിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ടുണ്ട് ഞാത്തേക്ക് ഇട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഈ മൊഡ്യൂള് സൂക്ഷിച്ച് ഇതിനുള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ ക്രൂഷ്യൽ പാർട്സ്. ഓക്കെ, അത് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ആ ഒരു ക്രൂഷ്യൽ പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പീസ് കണ്ടില്ലേ, ഈ ഒരു ക്യാപ്പ് ഇതുവഴി ഇങ്ങനെ കയറ്റി ഈ ഒരു ക്യാപ്പ് അത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ട്യൂബിങ്, അത് ഈ ഒരു പീസ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക.
ഇതിലൊരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് നോക്കി വേണം നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാൻ. തിരിച്ചൊന്നും പോകരുത്. തിരിച്ചാലും വലിയ കുഴപ്പങ്ങളൊന്നും വരാനില്ല. ഓക്കെ, അങ്ങനെ ആ ഒരു വർക്ക് എഴുതിയിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് നമ്മളിത് ഈ ഒരു ബോർഡ് ഉള്ളോട്ട് തള്ളി വെച്ച് കൊടുക്കുക. ഈ ഒരു വയറും ഇതുപോലെ താത്തി ഈ ഒരു ഞാനിവിടെ 2 വെട്ടിട്ടിട്ടുണ്ട്, കണ്ടായിരുന്നല്ലോ. ഈ 2 വെട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ഫുൾ റിങ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെട്ടിന് പകരം ചെറിയൊരു ഹോൾഡർ കൊടുത്താലും മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ സാധനങ്ങൾ കുറവാണ്, പുറത്ത് നല്ല മഴയാണ്, കടയിലൊന്നും പോകില്ല, ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് പെട്ടെന്നൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഇത് എങ്ങനെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു വർക്ക് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ലൈറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ലൈറ്റ്. കുഴപ്പമില്ല. ഓക്കെ, കൊള്ളാം. അപ്പോൾ ഇനി നമ്മളിത് വർക്ക് വെച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് ഷോട്ടൊക്കെ നോക്കാം. അതായത് ഇനി എങ്ങനെയാണ് ജസ്റ്റ് ഇത് ഒരൊറ്റ പരിപാടിയിൽ ഇതൊന്ന് പ്ലഗ് ഇൻ ചെയ്യുക. വീഡിയോ ലൈറ്റ് ഞാനിവിടെ കൊണ്ട് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഗൈസ്, എന്താ ചെയ്യുക, നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞത് ഇതുപോലെ വേണം ഗൈസ്. നോക്കി, എനിക്ക് നമ്മൾ ശരിക്കും പ്രൊഫഷണലായിട്ട്, അതായത് കടയിൽ നിന്ന് മേടിച്ച ഒരു സാധനം പോലെ തന്നെയുണ്ട് ഇത് കാണുമ്പോൾ. എന്നാ പറയുന്നുണ്ടോ, എനിക്ക് ഒരു രക്ഷയില്ല. ഐറ്റം പൊളി. വെറും 140 രൂപയ്ക്ക് ലൈറ്റും പിന്നെ ഒരു 20 രൂപയ്ക്ക് PC പൈപ്പും മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റുഡിയോ ലൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. സ്റ്റുഡിയോ ലൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന്റെ വലിയൊരു റിംഗ് ലൈറ്റ് എന്തായാലും നമുക്ക് ഉണ്ടാക്കണം ഗൈസ്, കാരണം നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. എനിക്ക് അതിന്റെ ഒരു ബഗ് നോക്കി. വാവ്, ഇതിൽ ഞാൻ എങ്ങനെയായിരിക്കും ഇരിക്കുക? നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നോ എനിക്കറിയത്തില്ല, കാരണം ക്യാമറ സെറ്റ് ചെയ്യേണ്ട ഈ ഒരു രീതിയിലല്ല. ക്യാമറ ഏതാണ്ടൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലും കണ്ടാണ്. ഓക്കെ, എത്ര വിസിബിൾ ആണ്, എന്റെ നാച്ചുറലായിട്ട് എന്നെ കാണുന്ന ഒരു രീതിയിൽ അതൊക്കെ എടുത്ത് കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിന്റെ കുറച്ച് ഷോട്ടൊക്കെ കണ്ടിട്ട് പോകും. സോ ഗൈസ്, അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു. വീഡിയോ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റ് അടിപൊളിയായിരുന്നു. കാരണം അതുപോലത്തെ ഒരു സാധനം വെച്ച് ഇങ്ങനത്തെ ഒരു ഐറ്റം ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം നിങ്ങളും എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുക. വളരെ സിമ്പിൾ ഐറ്റമാണ്. ഞാൻ ഇനി നമുക്ക് പറ്റുമെങ്കിൽ 12 വോൾട്ട് അഡാപ്റ്ററിൽ ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ലൈറ്റ് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇത്രയും വെളിപ്പായിട്ട് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.